السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇതൊരു പ്രാർത്ഥനയാണ്. ഞാനിത് പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ഖുർആൻ പറയുന്നത് മൂസ, അതായത് മോസസ് ഫിർഔൻ്റെ അടുത്തേക്ക് അയച്ചപ്പം മോസസ് ചെയ്തൊരു പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇന്ന് എൻ്റെ ടോപ്പിക്ക് ഇസ്ലാം ഇപ്പോഴും ആപ്ലിക്കബിൾ ആണോ? അതായത് ഇസ്ലാമിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ? പല ആൾക്കാരുടെയും കമൻസ് എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ കമൻസിൽ വരുന്നത് വളരെ മോശപ്പെട്ട തരത്തിലുള്ള കമൻസാണ്. അതായത് ഇസ്ലാം വളരെ മോശമാണ്, ഇസ്ലാം അതായത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു മതമാണ്, അത് കൊല്ലയും കൊലപാതകവും പിന്നെ ഭീകര പ്രവൃത്തികളും ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്നാണ് ഒരു നല്ലൊരു പക്ഷം ആൾക്കാരുടെ അഭിപ്രായം. ഇത് തീർച്ചയായിട്ടും ഇത് അറിവില്ലായ്മയുടെ കുറവാണ്, അല്ലെങ്കിൽ അവർ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവർ വായിക്കുന്ന വേറെ മാധ്യമങ്ങളോ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇസ്ലാമിനെക്കുറിച്ച് അറിയണമെങ്കിൽ, അതായത് ആക്ച്വലി എന്താണ് ഇസ്ലാമെന്ന് അറിയണമെങ്കിൽ ഖുർആൻ കയ്യിലെടുത്തേ പറ്റും. അത് നിങ്ങളൊരു എഫേർട്ട് ചെയ്യണം. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഖുർആൻ എന്താണ്, ഇസ്ലാം എന്താണെന്ന് സിൻസിയറായിട്ട് അറിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്ന് ഖുർആൻ എടുത്തേ പറ്റൂ, കയ്യിലെടുത്ത് വായിച്ചേ പറ്റൂ. വായിച്ച ആൾക്കാർ പിന്നെ അവർക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ല. ഈ ഖുർആനിലെ പദങ്ങൾ, ചില സൂക്തങ്ങൾ, അതായത് ചില വചനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിക്കി പെറുക്കി എടുത്തിട്ട് അത് ഇസ്ലാമിനെ കരിവാരി തേക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പലരും ഇത് 1450 കൊല്ലമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്കൊരു മതത്തെ മോശമായിട്ട് ചിത്രീകരിക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ പല വചനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് നമുക്ക് വേണ്ട ഒരു എയിം നമുക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരുപക്ഷെ ആ വചനങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ ഇറങ്ങിയ വചനമായിരിക്കാം. പക്ഷെ അതെടുത്തിട്ട് നമ്മളത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കയിൽ നടന്ന ഒരു സംഭവത്തിന് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഒരു ആയത്തെന്ന് പറയുന്നത് ഖുർആൻ്റെ ഒരു വചനങ്ങൾക്കാണ് നമ്മൾ ആയത്തെന്ന് പറയുന്നത്. ആയത്ത് എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ ഇല്ല, അത് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആയത്തിൻ്റെ യഥാർത്ഥത്തിൽ അറബിയുടെ അർത്ഥം ഒരു സൈൻ എന്നാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ സൈൻ, ഒരു ദൃഷ്ടാന്തം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അന്ന് മക്കയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആയത്തിറങ്ങിയത്, ആ ആയത്ത് എടുത്ത് വെച്ചിട്ട് ഇന്നത്തെ നമ്മൾ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഇന്നത്തെ ഒരു സംഭവത്തിന് ഇന്നത്തെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി നമ്മൾ എടുത്തിട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കുക. അതാണ് സംഭവിച്ചു വരുന്നത്. കാരണം ആ സമയത്ത് സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്തുകൾ ഇന്ന് നമുക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക പറയാൻ പറ്റില്ല. ഇതിന് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആരെങ്കിലും എഴുതിയ പുസ്തകം വായിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഖുർആൻ എടുത്ത് വായിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാം ഇന്നും ആപ്ലിക്കബിൾ ആണോ? അതായത് ഇന്ന് ഇസ്ലാമിനെ കൊണ്ട് ഗുണമുണ്ടോ, അല്ല ഇസ്ലാം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്
നമുക്ക് തകരാറുണ്ടോ, ദോഷമുണ്ടോ, ലോകത്തിന് മനുഷ്യർക്ക് തകരാറുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇത് എനിക്കൊരു പ്രചോദനമാണ്, ഒരു പ്രോത്സാഹനമാണ്, വേറെയും വീഡിയോകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്, അപ്രീഷിയേറ്റ് ദാറ്റ്. എൻ്റെ പേര് ഹാറൂൺ സേട്ട്, ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഞാൻ അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈസ് ഇസ്ലാം ആപ്ലിക്കബിൾ ടുഡേ, ഇന്ന് ഇസ്ലാമിന് പ്രസക്തിയുണ്ടോ, അല്ല ഇസ്ലാം ഒബ്സലീറ്റ് ആണോ, അതായത് പഴയ സംഗതിയാണോ, ഇപ്പോൾ നമുക്ക് വേണ്ടാത്തൊരു സംഗതിയാണോ. അപ്പോൾ ഇതിന് ഞാനൊരു 20 പോയിൻറ്റ്സ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 20 പോയിൻറ്റ്സാണ് ഞാൻ ഇൻഷാ അള്ളാ ഒരു വളരെ സമ്മറൈസ് ചെയ്ത് നിങ്ങളെ ഓരോ പോയിൻറ്റ്സും എടുത്ത് ഞാനൊരു അരമണിക്കൂർ ലെക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എളുപ്പത്തിൽ 20 പോയിൻറ്റ്സ് ഞാൻ ഓടിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് എന്തുകൊണ്ടാണ് ഇസ്ലാം ഇന്നും പ്രസക്തിയുള്ളത്. ഓക്കെ, എന്ന് മനസ്സിലാവും. ഇനി അഥവാ മനസ്സിലായില്ല, നിങ്ങൾക്കിനി കൂടുതൽ പഠിക്കണം എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുക. ചോദ്യം എന്ത് വേണം ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ചോദ്യങ്ങളെല്ലാം അധികം വരുന്നത് അവഹേളനം, ആക്ഷേപം, കളിയാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികം വരുന്നത്. അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചോദ്യം ചോദിക്കുക, തീർച്ചയായിട്ടും ചോദിക്കുക. ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും തരാം ഇൻഷാ അള്ളാ. ഒന്ന്, ഓക്കെ, നമ്മൾ ഇന്ന് 2026, ഓക്കെ, ഇത് ആക്ച്വലി ഇന്ന് 2026 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം ഈ പറയുന്ന 2026 അമേരിക്കയിൽ പോലും ഈ റേസിസം എന്ന് പറയുന്ന സംഗതി, അതായത് ഈ വെളുത്ത വർഗ്ഗക്കാർ, കറുത്ത വർഗ്ഗക്കാർ, ഞങ്ങളാണ് മറ്റേനേക്കാളും നല്ലത് എന്ന് പറയുന്ന തരത്തിലുള്ള റേസിസം ഇവിടെ ഇന്നുമുണ്ട്. ഓക്കെ, അത് നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്, അത് മനുഷ്യരുള്ളിടത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്. 1450 കൊല്ലം മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഖുത്ബ, അതായത് അദ്ദേഹം ഒരു ഖുത്ബ ചെയ്തിട്ടുള്ള ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് പിന്നെ ഹജ്ജത്തുൽ വദ എന്ന് പറയുന്നത് വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിൽ വെച്ചിട്ട് വലിയൊരു പ്രസംഗം നടത്തി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ പ്രസംഗത്തിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞത്, ഒരു വെളുത്ത വർഗ്ഗക്കാരന് ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ മേൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള സുപ്പീരിയോറിറ്റി ഇല്ല. ഒരു കറുത്ത വർഗ്ഗക്കാരന് ഒരു വെളുത്ത വർഗ്ഗക്കാരൻ്റെ മുകളിൽ ഒരു സുപ്പീരിയോറിറ്റി ഇല്ല. അതായത് അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അത് എവിടുത്തെ മനുഷ്യനായാലും ശരി, ആ ഒരു സുപ്പീരിയോറിറ്റി ആർക്കുമില്ല. നമ്മളെല്ലാവരും ആദം ഹവ്വ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ, നമ്മുടെ വാപ്പ ഉമ്മ അച്ഛൻ അമ്മ ഒറിജിനൽ അവരുടെ സന്തതികളാണ് നമ്മളെല്ലാം. അപ്പം ഈക്വൽ, ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇവിടെ യാതൊരു തരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ബേസ്ഡ് ഓൺ സ്കിൻ കളർ വെച്ചിട്ടുള്ള നമ്മുടെ സുപ്പീരിയോറിറ്റി ആർക്കുമില്ല. അതാണ് ഇസ്ലാമിൻ്റെ ഒരു ഇതൊന്നും ഞാൻ ഓർഡറിൽ പറയുകയല്ല, ഇതൊന്നും അതായത് ഇതാണ് ഏറ്റവും പ്രധാനം, അങ്ങനെ ഞാൻ ഓർഡറിലല്ല പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഓർഡർ 20 പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്തുള്ളൊരു പോയിൻ്റാണ്. പക്ഷെ അതായത് പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എല്ലാവരും ഈക്വലാണ്. അത് ആണ് ഇസ്ലാമിൻ്റെ ഒരു വലിയ സംഭവം. ഓക്കെ, രണ്ടാമത്തത് ഹ്യൂമൻ ബീയിങ്സിന്, അതായത് കൊലപാതകം, ഒരു മനുഷ്യനെ വധിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും, ഇസ്ലാം എല്ലാം കൊലയാണ്, ഇതാണ് തട്ടിപ്പറി, കൊല, അതായത് ഭീകരവാദം, ഇതെല്ലാം നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഖുർആൻ വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഖുർആനിൽ പടച്ചവൻ പറയുന്നൊരു കാര്യമാണ്, അത് സൂറ മാഇദ എന്നാണ് എൻ്റെ ഓർമ്മ, 5-ാമത്തെ സൂറ. ഓക്കെ, അതായത് ഒരു മനുഷ്യനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു കില്ലിങ് ദ എൻറ്റയർ ഹ്യൂമാനിറ്റി. ഒരു മനുഷ്യനെ കൊന്നാൽ അത് ലോകത്തിലുള്ള എല്ലാ ഹ്യൂമാനിറ്റി, അതായത് എല്ലാ മനുഷ്യരെയും കൊന്നതിൻ്റെ ഈ സമമാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചാൽ അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്,
ഇങ്ങനെ പറയുന്ന ഖുർആൻ ഒരിക്കലും ആരെയും കൊല്ലാനോ ഭീകരവാദത്തിനോ ഒന്നും തയ്യാറാവില്ല. അത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിലും ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾ, ഓക്കെ, പൊളിറ്റിക്കൽ അൺറെസ്റ്റ്, ഇന്ന് നടക്കുന്ന പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ബിക്കോസ് ഓഫ് മെനി അതർ ഫാക്ടേഴ്സ്, അതിനെ എടുത്തിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, അവർ കൊല്ലുന്നത് കണ്ടില്ലേ, ഇതാണ് ഇസ്ലാം പറയുന്നത്. അതും ഇസ്ലാമായിട്ട് ബന്ധമില്ല. അത് ഓരോരുത്തരും അവരവരുടെ അവിടെ ജീവിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, ഒക്കെ അതിൻ്റെ റിസൾട്ട്സാണ് അവിടെ കാണുന്നത്. അതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷെ അതും ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യനെ കൊന്നാൽ ഇത് ഇക്വലൻ ടു കില്ലിങ് എവ്രി സിംഗിൾ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചാൽ ഇറ്റ്സ് ഇക്വലൻ ടു എല്ലാ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് ഖുർആനാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തത്, ഓക്കെ, ഖുർആൻ ഒരിക്കലും അത് പല ആൾക്കാരും കമൻറ്റ് പറയുന്നത്, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ കൊല്ലുക, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ അതായത് ദ്രോഹിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. അല്ല, ശരിയല്ല. നിങ്ങൾ 61-ാമത്തെ സൂറ 61, അത് മുംതഹിന ആണെന്ന് എൻ്റെ ഓർമ്മ, 61-ാമത്തെ സൂറയിൽ നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെ പടച്ചവൻ പറയുന്നത്, ദൈവം പറയുന്നത്, അതായത് നിങ്ങളെ ദ്രോഹിക്കാത്ത, നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കാത്ത ആൾക്കാർ, അമുസ്ലിങ്ങൾ, അതായത് മുസ്ലിം അല്ലാത്ത അവരുമായിട്ട് നല്ല രീതിയിലുള്ള സമ്പർക്കം പുലർത്താനും അവരുമായിട്ട് സഹകരിക്കാനും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല. ഇത് അതായത് പറഞ്ഞു വരുന്നത്, നമ്മളെ ഉന്മൂലനം ചെയ്യാൻ, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന ആൾക്കാർ അവർക്ക് വേണ്ട രീതിയിലുള്ള റിപ്ലൈ കൊടുക്കണം, അതായത് ഡിഫെൻസോ വാട്ടെവർ. പക്ഷേ നമ്മളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കാതെ നമ്മളുമായിട്ട് സൗഹാർദ്ദത്തിന് തയ്യാറുള്ള അങ്ങനെയുള്ള ആൾക്കാരെ, നല്ല മനസ്ഥിതിയുള്ള ആൾക്കാരെ, അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് സൂറ 61 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, ഓക്കെ. അത് മൂന്നാമത്തത്. നാലാമത്തെ കാര്യം, ഖുർആൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്, മുസ്ലിങ്ങളെ എടുത്തു പറയുന്നൊരു കാര്യം, അതായത് നിങ്ങൾ ജസ്റ്റിസ്, അതായത് നിങ്ങൾ നീതി കൊണ്ടുവരാൻ, ഇപ്പോൾ ഒരു കൂട്ടർ ആൾക്കാരെ, ആരും ആയിക്കോട്ടെ, അത് മുസ്ലിങ്ങളായിക്കോട്ടെ നോൺ മുസ്ലിം ആയിക്കോട്ടെ, അവരെ ആരെങ്കിലും ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ അവരെ ഒപ്രസ് എൻ്റെ മലയാളം എൻ്റെ ട്രാൻസ്ലേഷൻക്ക് ഓർമ്മയില്ല, ആരെങ്കിലും ഒരു കൂട്ടരെ ഒപ്രസ് ചെയ്യുന്നു, അത് മുസ്ലിം ആയിക്കോട്ടെ നോൺ മുസ്ലിം ആയിക്കോട്ടെ, ഒപ്രസ് ചെയ്യപ്പെട്ടവർ മുസ്ലിം ആയിക്കോട്ടെ നോൺ മുസ്ലിം ആയിക്കോട്ടെ, അവർക്ക് തുണ നൽകി ഒപ്രഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എണീച്ച് നിൽക്കണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് ജസ്റ്റിസിന് വേണ്ടി എണീച്ച് നിൽക്കുക. ഇതല്ലേ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ 20 പോയിൻ്റ് ഞാൻ വായിച്ചിട്ട് നിങ്ങൾ 20 പോയിൻ്റ് ഇത് നോക്കുക. ഇത് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, ഇങ്ങനെയല്ല വേണ്ടത്, ഇതിന് വിപരീതമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതറിയിക്കാം, ഓക്കെ. നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ എണീച്ച് നിൽക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. അടുത്ത ഖുർആൻ പറയുന്നത് സത്യം എപ്പോഴും തുറന്നു പറയാം, സത്യം തുറന്നു പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിധി നിർണ്ണയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്, എൻ്റെ വീട്ടിലെ അംഗങ്ങളാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് എണീച്ച് നിൽക്കണം, അവർക്കെതിരായിട്ട് നിങ്ങൾ തെളിവ് കൊടുക്കണം. നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളോ അതൊന്നും ബാധകമല്ല. സത്യം സത്യമാണ്, ശരിയാണ്, തെറ്റാണ്. അങ്ങനെ എണീച്ച് നിൽക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് ട്രൂത്തിൻ്റെ കൂടെ നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. ഇതെല്ലാം ഖുർആൻ്റെ ആയത്താണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് റെഫറൻസ് വേണമെങ്കിൽ ഞാനത് ഇൻഷാ അല്ലാഹ് തരാം. അടുത്തത് ഖുർആൻ പറയുന്നത്, ഇത് എസ്പെഷ്യലി സൂറ നമ്പർ 17 ബനി ഇസ്രായേൽ എന്ന് പറയുന്ന സൂറ, ആ സൂറ 17 പറയുന്നൊരു കാര്യമാണ്. അതായത് മാതാപിതാക്കളെ, ഇത് വേറെയും സൂറയിൽ പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് 17-ാമത്തെ സൂറയിൽ പറയുന്ന 23-ാമത്തെ വചനം, ഓക്കെ. മാതാപിതാക്കളെ വളരെ 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 നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അവർക്കെതിരായിട്ട് നിങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്നോ അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള
ഒരു ചെറിയൊരു എക്സ്പ്രഷൻ പോലും വരാൻ പാടില്ല. ഖുർആൻ പറഞ്ഞത് ഉഫ് എന്നാണ്. ഉഫ് എന്ന് അറബിയിൽ പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു നമ്മുടെ നാട്ടിലെ ഇത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും, അതായത് നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ നാവിന്നോ എന്തെങ്കിലും എന്ന് അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് അങ്ങനെ പോലും വരാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മാതാപിതാക്കൾ എന്നിട്ട് പടച്ചവൻ പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ വാർദ്ധക്യകാലത്ത് എങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ലോവർ യുവർ വിങ്സ് ഓഫ് മേഴ്സി, നിങ്ങളുടെ ചിറകുകൾ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവരുടെ പുറത്ത് നിങ്ങൾ വെക്കുക എന്നാണ് പറയുന്നത്. അവരുടെ പുറത്ത് അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് ഖുർആൻ പറയുന്നത്. ഓക്കെ, ഇത് ആലോചിച്ച് നോക്ക്. മാതാപിതാക്കൾ, ഇത് ശരിയല്ല, ഇതല്ലേ ശരി, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത്, ഏഴാമത്തത്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവർ അത് നമ്മളിൽപ്പെട്ട ആൾക്കാരല്ല, അതായത് മുസ്ലിങ്ങളല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് അയൽക്കാരൻ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല, അയൽക്കാരൻ ഒരു ഹിന്ദു ആകാം, ക്രിസ്ത്യൻ ആകാം, അല്ലെങ്കിൽ വാട്ടെവർ ഒരു യഹൂദിയാകാം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ, അയാളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നത് അത് മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇതല്ലേ ശരി, ഇതിങ്ങനെയല്ല വരേണ്ടത്. അടുത്തത്, അത് ഏഴാമത്തെ പോയിൻ്റാണ്. എട്ടാമത്തെ പോയിൻ്റാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഓക്കെ, ബന്ധുമിത്രാദികളുമായിട്ടുള്ള റിലേഷൻ അത് ഒരു കാരണവശാലും മുറിക്കാൻ പാടില്ല. അവരുമായിട്ടുള്ള ബന്ധം പടച്ചവൻ എടുത്തെടുത്ത് പറയുന്നു. അതായത് അവരുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവരുമായിട്ട് ഒരു കാരണവശാലും ബന്ധം മുറിക്കാൻ പാടില്ല. ഇത് ഖുർആനിൽ പലയിടത്തും എടുത്തെടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഖുർആൻ്റെ ഈ ഇൻജങ്ഷൻ, ഈ ഇൻസ്ട്രക്ഷൻ അല്ലേ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യേണ്ടത്. ഈ ഫോളോ ചെയ്യുന്ന മതം ഇതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടേ എന്ന് ആലോചിച്ച് നോക്കാം. അടുത്തത്, ഓർഫൻസ്, അതായത് അനാഥ കുട്ടികൾ. ഓക്കെ, അവരുടെ കാര്യത്തിൽ ഖുർആൻ വളരെയധികം കണിശമായിട്ട് എടുത്ത് പറയുന്നു. അതായത് അവരുടെ സ്വത്ത്, അവരുടെ കെയർ, ഇതെല്ലാം നമ്മൾ പടച്ചോനോട് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. അവരുടെ സ്വത്ത്, എസ്പെഷ്യലി ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ സ്വത്ത് അടിച്ചു മാറ്റി ആ സ്വത്ത് നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും നമ്മുടെ കംഫർട്ടിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് വളരെ സീരിയസ് മാറ്ററാണ്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ ഖുർആൻ എടുത്തെടുത്ത് പറയുന്നു, അങ്ങനെ ചെയ്യരുത്, അത് വളരെ മോശമാണ്, അതിനെ നമ്മൾ ശിക്ഷക്ക് അർഹമാവും. അടുത്തത്, എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും ഓക്കെ ഈ ലഹരി, മദ്യം, അതായത് അതേപോലെ തന്നെ ഉള്ള ഡ്രഗ്സ്, ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇസ്ലാം ഒരു മതമാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൽ. അതായത് പ്രവാചകൻ പറയുന്നത് എനിത്തിങ് ദാറ്റ് ഇൻടോക്സിക്കേറ്റ്സ് യു ഇൻ എ ബിഗർ ക്വാണ്ടിറ്റി ഈസ് പ്രൊഹിബിറ്റഡ് ഈവൻ ഇൻ എ സ്മോളർ ക്വാണ്ടിറ്റി. അതായത് നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ വലിയ തോതിൽ നമ്മൾ കൺസ്യൂം ചെയ്താൽ നമുക്ക് തലക്ക് സ്ഥിരതയില്ലാതെ, അതായത് ലഹരി ബാധിക്കുമെങ്കിൽ ആ സംഭവം ചെറിയ തോതിൽ കഴിക്കാനും ആ സംഗതി നാവിൽ തൊടുന്ന ചെറിയൊരു തുള്ളിയാണെങ്കിലും അത് പ്രൊഹിബിറ്റഡാണ്. ബേസിക്കലി ലഹരി പദാർത്ഥങ്ങൾ മൊത്തം ബാൻഡാണ്, പ്രൊഹിബിറ്റഡാണ്, തൊടാൻ പാടില്ല. ഇത് എത്ര വലിയൊരു സൗഭാഗ്യമാണ്. അങ്ങനെ ഒരാൾ ലഹരി പദാർത്ഥങ്ങൾ തൊടാതെ പോവുകയാണെങ്കിൽ വീട്ടിൽ സമാധാനം, അയൽക്കാരിൽ സമാധാനം, കമ്മ്യൂണിറ്റിയിൽ സമാധാനം. ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എത്രമാത്രം കൊലപാതകങ്ങൾ, എത്രമാത്രം റോഡ് ആക്സിഡൻറ്റ്സ്, എന്തെല്ലാം, അതായത് ഫാമിലി ആയിട്ടുള്ള ടൈസ് വിച്ഛേദിച്ചു പോകുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇസ്ലാം പറയുന്നത് തൊട്ടുപോരുത്, അതായത് നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ തൊട്ടുപോരുത്. ഓക്കെ, അതാണ് ഇസ്ലാം പറയുന്നത്. ഇനി അടുത്തത്, ഇസ്ലാം 1450 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് അവരുടെ കല്യാണം അവരുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും അവരെ കെട്ടാൻ പറ്റില്ല. ഒരു അച്ഛനും ഒരു വാപ്പാക്കും മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല അവരുടെ പെർമിഷൻ ഇല്ലാതെ. അവരുടെ പെർമിഷൻ വളരെ പ്രധാനമാണ്. അവൾ സമ്മതിച്ചാൽ മാത്രമേ അവളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഇനി ഡിവോഴ്സ് ചെയ്യാനും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഒരു കല്യാണം കഴിഞ്ഞു,
ഒരാളുമായിട്ട് അവളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല, വാട്ട് എവർ റീസൺ. ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും മോശമായ സ്വഭാവമുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള കേസിലൊക്കെ സ്ത്രീകൾക്ക് ഖുല എന്ന് പറയുന്ന ഡിവോഴ്സ് വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്ന് കല്യാണം കഴിച്ചാൽ അയാളുമായിട്ട് സ്റ്റക്ക് ഫോർ ദി എൻറ്റയർ ലൈഫ് എന്നുള്ള സിറ്റുവേഷൻ ഇല്ല, അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഇസ്ലാം 1450 കൊല്ലം മുമ്പ് കൊടുത്തു. ഓക്കെ. അടുത്തത് ഗാംബ്ലിംഗ്. ഒന്നാലോചിച്ച് നോക്കിയേ, എത്ര ആൾക്കാർ അവരുടെ സ്വത്ത്, വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ച സ്വത്ത്, അവരുടെ വീട്ടിൽ വൈഫുണ്ടാവും, ഉമ്മയും വാപ്പയും ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് ചൂത് കളിച്ച് ആ മൊത്തം പൈസ പോയി, ഒറ്റ മിനിറ്റ് കൊണ്ട് അത് ഡിസപ്പിയറായി, അതായത് ഇവാപ്പറേറ്റ് ആയിപ്പോയി. ഓക്കെ. അങ്ങനെ ഒരു സംഭവം ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഗാംബ്ലിംഗ് ചൂതാട്ടം ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്ത്. ഇത് ഇസ്ലാമിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇസ്ലാം ചെയ്തത്, ഗാംബ്ലിംഗ് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ ഗാംബിൾ ചെയ്യാൻ പാടില്ല, മുസ്ലിങ്ങൾ ഗാംബിൾ ചെയ്യില്ല. ഓക്കെ. വെള്ളമടിക്കില്ല, ഗാംബിൾ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ. അടുത്തത്, ഈ 1450 കൊല്ലം മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത്, ആ സമയത്ത് അവർ ഒരു പെൺകുട്ടി പിറന്നാൽ, ഒരു പെൺകുട്ടിയാണ് പിറന്നതെങ്കിൽ ആ പെൺകുട്ടി പിറന്നത് കാരണമായിട്ട് ഒരു ദുശകുനമായിട്ട്, അത് വളരെ ഒരു വേണ്ടാത്തൊരു സംഭവമായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെ ആ സമയത്ത് ആൾക്കാർ, ചിലർ, എല്ലാവരുമല്ല, ചിലർ പെൺകുട്ടികളെ അങ്ങനെ തന്നെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സംഭവം അവിടെ നടക്കാറുണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞു നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, നോ. ഖുർആൻ അതിനെ വിലക്കി, അതിനെ നിർത്തി. അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നും പല രാജ്യങ്ങളിലും പെൺകുട്ടിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അബോർഷൻ ചെയ്യുന്ന കാര്യം ഇന്നും നടക്കുന്നുണ്ട്, ഇന്നും ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. ഓക്കെ. ഖുർആൻ ഇത് അന്ന് തന്നെ നിർത്തി, 1450 കൊല്ലം മുമ്പ് നിർത്തി. അടുത്തത്, ഇനി പറയാൻ പോകുന്നത് 14-ാമത്താണ് എൻ്റെ ലിസ്റ്റിൽ 20. ഇതൊന്നും 20 ഇസ്ലാം അംഗീകരിച്ച ഓർഡറിലല്ല ഞാൻ പറയുന്നത്. ഞാൻ 20 എൻ്റെ ലിസ്റ്റാണ്. ഓക്കെ. അടുത്ത 14 അഡൾട്ടറി, ഫോർണിക്കേഷൻ, അതായത് ഭാര്യ ഭർത്താവ് ബന്ധമല്ലാതെ പുറത്തുള്ള ബന്ധങ്ങൾ. അത് കല്യാണം കഴിക്കാത്തവർ ആണെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ആ സംഭവം ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്ത്, അത് ഹറാമാണ്. അത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. കാരണം അങ്ങനെ നടന്നാൽ പിന്നെ സൊസൈറ്റി കംപ്ലീറ്റ് കേടാവും, വീട് കംപ്ലീറ്റ് മെസ്സപ്പാവും, എല്ലാം കൊണ്ടും. പിന്നെ ജാരസന്തതികൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, കംപ്ലീറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി അപ്സൈഡ് ഡൗൺ ആവും. ഇസ്ലാം അതിനെ പ്രൊഹിബിറ്റ് ചെയ്ത്. ഇത് ഇസ്ലാമിൻ്റെ അടുത്ത വേറൊരു നല്ലൊരു കാര്യമല്ലേ ഇസ്ലാം ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇസ്ലാം ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫാണ്. ഇസ്ലാം 5 നേരത്തെ നിസ്കാരവും ഖുർആൻ ഓതലും മാത്രമല്ല, ഇസ്ലാം ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത രീതിയാണ്. അതിനകത്ത് ആൾക്കാരുടെ സ്വഭാവമുണ്ട്, അതിനകത്ത് ആൾക്കാരുടെ ഭക്ഷണ മര്യാദകളുണ്ട്, ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ മര്യാദകളുണ്ട്. ഇതേപോലെ ഫൈനാൻഷ്യൽ സിസ്റ്റം, അത് ഇസ്ലാമിൻ്റെ പാർട്ടാണ്. ഇസ്ലാം പലിശയെ ഹറാമാക്കി. പലിശ കൊടുക്കലും ഹറാമാണ്, പലിശ വാങ്ങലും ഹറാമാണ്. അത് പലിശ എന്ന് പറയുന്ന സംഗതി എത്രയോ ആൾക്കാരെ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും പലിശ കൊടുത്ത് തൊലഞ്ഞു പോയ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം എന്താണ് നല്ലത്, എന്താണ് കേട്. പലിശ കംപ്ലീറ്റ് ആയിട്ട് ഹറാമാക്കി. വാങ്ങലും ഹറാമാണ്, കൊടുക്കലും ഹറാമാണ്. ഇനി അടുത്തത് 15-ാമത്, ഇത് 16-ാമത്തത് ആലോചിച്ച് നോക്കിയാൽ, 1450 കൊല്ലം മുമ്പ് ഇസ്ലാം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഇൻഹെറിറ്റൻസ് റൈറ്റ്, അതായത് ഈ നമ്മുടെ ആരെങ്കിലും മരിച്ചു പോയാൽ അവരുടെ ഓഹരി അവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള റൈറ്റ്, അവർക്ക് വിമൻ അവർക്ക് റൈറ്റ് 1450 കൊല്ലം മുമ്പ് കൊടുത്തു. സ്ത്രീകൾ, ഉമ്മ ആയാലും മോളായാലും ആരായാലും അവർക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്. അത് 1450 കൊല്ലം മുമ്പ് കൊടുത്തു. ഈ 1450 കൊല്ലം മുമ്പ് യൂറോപ്പിലും പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് പോലും ചോദ്യം ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. ഈ സമയത്താണ് ഖുർആൻ ഇതെല്ലാം റൈറ്റ്സ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ. ഈ റൈറ്റ്സ്, ഞാൻ വായിക്കുന്ന 20 സംഗതികൾ 1450 കൊല്ലം മുമ്പ് പ്രസക്തി ഉണ്ടായിരുന്നു.
അത് കാരണമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു. ഇന്നും പ്രസക്തിയുണ്ട്. അമേരിക്കയിലും പ്രസക്തിയുണ്ട്, ഇന്ത്യയിലും പ്രസക്തിയുണ്ട്, ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയാലും ഇതിന് പ്രസക്തിയുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. അതായത് തലയുള്ളവൻ, ചിന്തിക്കാൻ കഴിവുള്ളവൻ ഇത് മനസ്സിലാക്കും. അതായത് ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ല ഇസ്ലാമിനോട് വിദ്വേഷമുള്ള ആൾക്കാർ അതിപ്പോൾ എന്തെല്ലാം ചെയ്താലും ശരി തന്നെ, നമ്മളൊരു തീരുമാനം എടുത്ത് അല്ല ഇവർ തെറ്റാണ്, ഇത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഞാൻ പറഞ്ഞത് ഇൻഹെറിറ്റൻസ് റൈറ്റ്. ഇനി 17ാമത്തത് ഇസ്ലാം സക്കാത്ത് മാൻഡേറ്ററി, അതായത് മാൻഡേറ്ററി സക്കാത്ത് നമ്മുടെ സേവിങ്സിൻ്റെ എല്ലാ വർഷവും നമ്മുടെ സേവിങ്സിൻ്റെ 1%, 2.5% അത് ചാരിറ്റി ആയിട്ട് ചാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൽക്കർമ്മമായിട്ട് നമ്മൾ കൊടുക്കണം എന്ന് അതായത് മാൻഡേറ്ററി ആക്കി. ഇത് ഓപ്ഷണലല്ല, സക്കാത്ത് മാൻഡേറ്ററിയാണ്, അത് പാവപ്പെട്ടവർക്ക് എത്തിക്കേണ്ടതാണ്. അത് കൂടാതെ തന്നെ സക്കാത്ത് മാൻഡേറ്ററി സക്കാത്ത് അല്ലാതെ ഓപ്ഷണലായിട്ടുള്ള ഓപ്ഷണലായിട്ട് അതിന് മുകളിലും പാവപ്പെട്ടവരെ കണ്ടാൽ അതുപോലെ തന്നെ വെള്ളം കിണർ കുത്താനോ അല്ലെങ്കിൽ റോഡ് പണിയാനോ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ ഖുർആനിലെ ദൈവവും എടുത്തെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഖുർആൻ ഇസ്ലാം ചാരിറ്റിയെ വളരെ അധികം വില കൊടുത്ത് കാണുന്നു. ഓക്കെ, അടുത്തത് 18ാമത്തത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് എൻവയൺമെൻറ്റ്. നമ്മുടെ ഈ ഇതുണ്ടല്ലോ എൻവയൺമെൻറ്റിൻ്റെ കെയർ ഇസ്ലാമിൻ്റെ പാർട്ടാണ്, എല്ലാ മുസ്ലിങ്ങൾക്കും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഇപ്പം വെള്ളം നമ്മൾ താമസിക്കുന്നത് ഒരു അരുവിയുടെ സൈഡിലാണെങ്കിലും ഒരു അരുവി നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്, ആ അരുവിയുടെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും നിങ്ങൾ വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയൊരു സംഭവമാണ് 1450 കൊല്ലം മുമ്പ് പറയുക. ഒരു അരുവിയുടെ അടുത്ത് താമസിക്കുന്ന ആൾ അതിൻ്റെ തൊട്ടടുത്ത് അന്നാലും നിങ്ങൾക്ക് വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ എൻവയൺമെൻറ്റ് സംബന്ധമായ കുറേയധികം ഹദീസുകൾ കാണാം, ഖുർആനിലും ആയത്തുകൾ കാണാം, നിങ്ങൾ വായിച്ചു നോക്കാം. ഇനി അടുത്തത് 19ാമത്തെ ഐറ്റം എൻ്റെ ലിസ്റ്റിലുള്ളത്, ഖുർആൻ പറയുന്നു നമ്മൾ ആരുടെ പണം കടം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടെങ്കിൽ രൊക്കം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു, കാശ് കൊടുത്ത് വാങ്ങിച്ചു, കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഈ കടം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് ഒരാളുമായിട്ട് പറയുന്നത് ഞാൻ അടുത്ത മാസം ഇന്നത് ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ ഒരു എഗ്രിമെൻറ്റ് ഞാനും വേറൊരു ആളായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നത്, ഇത് അള്ളാഹ് പറയുന്നത് ഖുർആൻ പറയുന്നത് നിങ്ങൾ എഴുതുക, കോൺട്രാക്റ്റ് എഴുതുക. 1450 കൊല്ലം മുമ്പ് പറഞ്ഞ കടം വാങ്ങിച്ചാൽ എഴുതുക, സാക്ഷികളെ കൊണ്ട് നിങ്ങൾ ഒപ്പുവെക്കുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക. ഇത് 1450 കൊല്ലം മുമ്പ്. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷന് ഒരു റൂമില്ല. നമ്മൾ പിന്നെ തർക്കത്തിനും പിന്നെ ബുദ്ധിമുട്ടിനും പിന്നെ വഴക്കിനും ഡിവിഷനും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണത്തില്ല. അതുകൊണ്ട് കോൺട്രാക്റ്റ് എഴുതാൻ പറഞ്ഞു. ഇനി ലാസ്റ്റ് 20ാമത്തെ എൻ്റെ ലിസ്റ്റിൽ ഇത് ഇസ്ലാം പറയുന്ന വളരെയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഖുർആൻ വായിച്ചാൽ ഖുർആൻ വായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തു നമുക്കെല്ലാവർക്കും. ഓക്കെ, ഇത് 20ാമത്തെ എൻ്റെ ഇതിൽ പറയുന്നത് ആനിമൽ ക്രൂവൽറ്റി, മൃഗങ്ങളോട് നമ്മൾ വളരെ മാന്യമായി, അതായത് വളരെ ജെൻറ്റിലായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇസ്ലാം ഈസ് എഗൻസ്റ്റ് ആനിമൽ ക്രൂവൽറ്റി. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നമ്മളിപ്പം ഒരു കോഴിയെ അറുത്തു, അതിനെ അറുക്കുന്നതിന് നമുക്ക് അവിടെ നിയമമുണ്ട്. അതായത് എങ്ങനെ മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് ചെയ്യുക, അതിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതേപോലെ തന്നെ ഒരു കോഴി അറുക്കുന്നത് വേറെ കോഴിയുടെ മുമ്പിൽ ചെയ്യരുത്. ഇങ്ങനെ ഇതൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞോളൂ. ഇതുപോലെ ആയിരക്കണക്കിന് നിയമങ്ങൾ, ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തുനിന്നും ഖുർആൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടാൽ നിങ്ങൾക്ക് ഈ 20 നിങ്ങൾ കേട്ടല്ലോ, ഈ 20ൽ ഒറ്റ ഒരെണ്ണം പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇത് തെറ്റാണെന്ന്. ഞാനും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യനും എല്ലാവരും ഇതിനകത്ത് ഈ 20ൽ 20 നമ്മൾ അംഗീകരിക്കും. ഇത് ശരിയാണ്, അത് ശരിയാണ്, 1, 2, 3, 20 വരെ എല്ലാം ശരിയാണ്. പിന്നെ എന്താണ് നമ്മൾ ഇസ്ലാമിൽ തെറ്റ്?
അപ്പോൾ ഇന്നും ഇസ്ലാം ആപ്ലിക്കബിൾ ആണ്. ഇന്നും 1450 കൊല്ലം മുമ്പ് ഇസ്ലാം ആപ്ലിക്കബിൾ ആയിരുന്നെങ്കിൽ ഇന്നും ആപ്ലിക്കബിൾ ആണ്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മനുഷ്യരാശിക്ക് സമാധാനവും സന്തോഷവും പുരോഗമനവും ഉണ്ടാവും. ഇതില്ല എങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കും. നമ്മൾ ഹൈറാർക്കി ഉണ്ടാവും. ഒരാൾ വേറൊരാൾക്കാണ് ബെറ്ററാണ്. ഇത് ഇസ്ലാം പറയുന്നത് നോ, എവ്രിബഡി ഈസ് സെയിം. അപ്പോൾ ഇത് നിങ്ങൾ ഒരു വീഡിയോ എടുക്കണമെന്ന്, ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചു പോയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. 20 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. മേ ഗോഡ് ബ്ലസ് യു.